ഹലോ, ഞങ്ങളുടെ പള്ളിയിൽ എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാളായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ ശനിയും ഞായറും ആയിരുന്നു. ഒക്ടോബർ 4, 5 തീയതികളിലായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ ഷോർട്സ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൊടികയറ്റ് തുടങ്ങി എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് മുന്നോടിയായിട്ട്, ഈ കൊടികയറ്റിന് മുന്നോടിയായിട്ട് നമുക്ക് 9 ദിവസത്തെ നവനാൾ നൊവേന ഉണ്ടായിരുന്നു. അത് നമുക്ക് 9 ദിവസം അനുഗ്രഹ നവനാൾ നൊവേനയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാനിതിൻ്റെ ഈ ഒരു ഷോർട്സിൻ്റെ താഴെ ആ വീഡിയോ ടാഗ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളവർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് അനുഗ്രഹദായകമായ നവനാളായതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കി കൊടുത്തത്. ആവശ്യമുള്ള ആർക്കെങ്കിലുമൊക്കെ അത് ഉപകരിക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ കൊടികേറ്റ്, പിന്നത്തെ വെള്ളിയാഴ്ച ലൈത്തോറന്മാരുടെ വാഴ്ച, പിന്നെ ശനിയാഴ്ച കേട്ടോ ഇത് തിരുനാൾ ദിനം. അപ്പം അന്ന് നമ്മൾ നേരത്തെ തന്നെ പള്ളിയിലെത്തി. ഒരു തിരുനാൾ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും അല്ലെങ്കിൽ എൻ്റെ മക്കളെയും ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കാറുള്ളത്. ചിലവരൊക്കെ പ്രദക്ഷിണത്തിന് എത്തുന്ന കാണാറുണ്ട്. ഞങ്ങൾ വിശുദ്ധ കുർബാന തുടങ്ങി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുന്നേ തന്നെ പള്ളിയിൽ എത്തുന്നതാണ് എനിക്കൊരു തൃപ്തിയാവുക കേട്ടോ. എങ്കിലാണ് ഒരു തിരുനാൾ കൂടി എന്ന് എനിക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പള്ളിയിലെത്തി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രൂപം മുത്താൻ പറ്റി. രൂപം വെഞ്ചരിച്ച് അച്ഛനകത്ത് അല്ലെങ്കിൽ പ്രസ്തേതിമാരൊക്കെ അകത്ത് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് മുത്താനുള്ള ഇതുണ്ട്. അതിനുശേഷം വിശുദ്ധ കുർബാനയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം ഇതുപോലെ പ്രദക്ഷിണമായിരുന്നു. പട്ടണ പ്രദക്ഷിണമാണ്. എളംകുളത്ത് ചുറ്റിക്കറങ്ങി ഒരുപാട് നമുക്ക് നടക്കാനുണ്ട്. എങ്കിലും നമ്മളെല്ലാ വർഷവും മക്കളെയും കൊണ്ട് ഈ ഒരു പ്രദക്ഷിണത്തിന് പോവാറുണ്ട്. അതിന് നമ്മളെ പറ്റുന്നിടത്തോളം എല്ലാ വർഷവും ഞാൻ കുടയെടുക്കാറുണ്ട്. അതൊരു അനുഗ്രഹം തന്നെയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളതൊരു നേർച്ച പോലെ തന്നെയാണ് ഞാൻ എല്ലാ വർഷവും എടുക്കാറുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ മൂത്ത മോനും ഈ വർഷം നമ്മുടെ സെവക്കുട്ടനും കുടയെടുത്തു. അതെനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം അവൻ്റെയൊക്കെ ഒരു ഏജിൽ ഇത്രയും ദൂരം കുടയെടുത്ത് നടക്കാമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിലും അവനത് പൂർത്തീകരിച്ചു കേട്ടോ. ഒരുപാട് ദൂരമുണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസത്തെ പ്രദക്ഷിണം പട്ടണ പ്രദക്ഷിണമാണ്. ചുറ്റിക്കറങ്ങി ഒരുപാട് നടന്നു വരണം. പള്ളി ചുറ്റി പട്ടണം ചുറ്റിയാണ് വരിക. പിന്നത്തെ ദിവസത്തെയാണ് നമ്മുടെ പള്ളിയുടെ അതിലുള്ള റോഡിലൂടെ ഇറങ്ങിയിട്ട് നമ്മൾ ചുറ്റി വരുന്നത്. അതധികം ദൂരമില്ല. പക്ഷേ ഈ ശനിയാഴ്ചത്തത് ഒത്തിരി ദൂരമുണ്ട്. എങ്കിലും തന്നെ നമ്മൾ അത്രയ്ക്ക് അനുഗ്രഹമായ പ്രദക്ഷിണം നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞാൻ ഈ ഷോർട്സിൽ ഒതുങ്ങുന്ന അത്രേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം പ്രദക്ഷിണം വന്ന് കയറി ഇതുപോലെ കൊച്ചുത്രേസ്യയുടെ രൂപ അൾത്താരയിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് റോസാപ്പൂക്കൾ വർഷിക്കുന്നത് ഒരു അനുഗ്രഹദായകമായൊരു കാഴ്ചയാണ്. ഒത്തിരി ബ്ലസ്ഡായ മൊമെൻ്റ് ആട്ടോ അത്. അതിനുശേഷം ഇതുപോലെ ലൈറ്റ് ആൻഡ് ഫയറിൻ്റെ അല്ലെങ്കിൽ ഫയർ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു 20-25 മിനിറ്റ് ഷോ ഉണ്ടായിരുന്നു. അതിനുശേഷം അനുഗ്രഹ നേർച്ച ഊട്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അടിപൊളിയായിട്ട് ഈ ദിവസത്തെ തിരുനാൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കൂടാൻ പറ്റി. അത്രയ്ക്ക് അനുഗ്രഹമുള്ള തിരുനാളായിരുന്നു കേട്ടോ ഇത്. താങ്ക് യു.